നമസ്കാരം. വീടുകളിൽ പലതരം സസ്യങ്ങൾ വളർത്തുന്നവരാണ് ഏവരും. ഇതിൽ പല സസ്യങ്ങൾക്കും വളരെയധികം പോസിറ്റീവായ ഊർജം, അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കുന്നതായ സസ്യങ്ങളാകുന്നു. അത്തരത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില സസ്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. എന്നാൽ ഈ സസ്യങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. വീടിൻ്റെ ഉമ്മറവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതായത് വീടിൻ്റെ ഉമ്മറത്ത് ഇവ വളർന്നു വരികയാണ് എങ്കിൽ, നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ അത് ശുഭകരമായി തീരും. വീടിൻ്റെ പ്രധാന വാതിൽ ഉമ്മറത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വീടിൻ്റെ മുൻവശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മഹാലക്ഷ്മി ദേവി പ്രവേശിക്കുന്നത് മുൻവാതിലിലൂടെയാണ്. അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ ശരിയായ രീതിയിൽ പരിപാലിക്കുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് ഇരട്ടി നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ നൽകുന്നതുമാണ്. ഞാൻ ഈ പരാമർശിക്കുന്ന സസ്യങ്ങൾ നിങ്ങൾ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് ഭാഗ്യം കൊണ്ടുവരും. തനിയെ വളർന്നു വരുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ സസ്യമായി പരാമർശിക്കുന്നത് തുളസിയാണ്. തുളസിയെ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് ഐശ്വര്യവും ഉയർച്ചയും പ്രദാനം ചെയ്യും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. തുളസി വീടുകളിൽ നടുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും. വീടിൻ്റെ പ്രധാന വാതിലിന് അഭിമുഖമായി തുളസി വളർത്തുകയാണ് എങ്കിൽ, തുളസിത്തറയിൽ തുളസിയുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. പ്രധാനമായും ആ വീടുകളിലേക്ക് പോസിറ്റീവായ ഊർജം കാറ്റിലൂടെ പ്രവേശിക്കും എന്നാണ് പറയുക. അത്രമേൽ ഐശ്വര്യവും ആരോഗ്യപരമായ ഉയർച്ചയും ആ വീടുകളിൽ വർദ്ധിക്കും. മഹാലക്ഷ്മി കടാക്ഷം, ലക്ഷ്മി നാരായണ കടാക്ഷം ആ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കും. അതിനാൽ തീർച്ചയായും തുളസി വീടിൻ്റെ മുൻവശത്ത് വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീടുകളിൽ തുളസിത്തറയില്ല എങ്കിൽ തീർച്ചയായും തുളസിത്തറ പണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആ വീടുകൾക്ക് ഐശ്വര്യം മാത്രമേ നൽകൂ. മറ്റൊന്ന് മുല്ലയാണ്. മുല്ലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന് ലക്ഷ്മി നാരായണന്മാർക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ സസ്യം എന്ന പ്രത്യേകത മുല്ലയ്ക്കുണ്ട്. അതിനാൽ മുല്ല നിങ്ങളുടെ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ പ്രധാനമായും ആ വീടുകളിൽ സംഭവിക്കുക ആ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം, സ്നേഹബന്ധം വർദ്ധിക്കും എന്നതാണ്. തർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ട് എങ്കിൽ ആ കലഹങ്ങൾ ഒഴിഞ്ഞു പോകുവാനും മുല്ല വളർത്തുന്നതിലൂടെ സഹായകരമായി തീരും. ഒരു വീടിന് ആവശ്യമുള്ള പോസിറ്റീവായ ഊർജം ആ വീടുകളിലേക്ക് പ്രദാനം ചെയ്യുവാൻ മുല്ലയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്നാണ് പറയുക. അതിനാൽ മുല്ല വളർത്തുന്ന ഏതൊരു വീട്ടിലും ഇത്തരം അനുകൂലമായ കാര്യങ്ങൾ പ്രകടമാകുന്നു എന്നതാണ് വാസ്തവം. മറ്റൊരു കാര്യം, മുല്ല വീടിൻ്റെ അകത്ത് വളർത്തുവാൻ സാധിക്കുന്ന ഒരു സസ്യമാണ്. വീടിൻ്റെ അകത്ത് വളർത്തുന്നതിലൂടെ ആ വീടുകളിൽ സൗഭാഗ്യം, പോസിറ്റീവായ ഊർജം ഇരട്ടിയായി വന്നു ചേരും എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് വീടുകളിൽ ഈ സസ്യം വളർത്താവുന്നതാണ്. അത് നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും പ്രദാനം ചെയ്യുന്നതാണ്. ചെമ്പരത്തി. ചെമ്പരത്തിക്ക് ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ വീടുകൾക്ക് നൽകുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതായ ഒന്നാണ് ശത്രുനാശം എന്നത്. കണ്ണീർ ദോഷം പോലുള്ള കാര്യങ്ങൾ തടയുവാനും ചെമ്പരത്തി സഹായകരം തന്നെയാണ്. അതിനാൽ വീടുകളിൽ ഏവരും വളർത്തേണ്ടതും ശരിയായി പരിപാലിക്കേണ്ടതുമായ ഒരു സസ്യം തന്നെയാണ് ചെമ്പരത്തി. ചെമ്പരത്തി നിങ്ങളുടെ വീടുകളിൽ പ്രധാന വാതിലിനടുത്ത്, അതായത് വീടിൻ്റെ മുൻവശത്ത് ഇല്ല എങ്കിൽ നിങ്ങൾ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ അമ്മയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ ചെമ്പരത്തി ധാരാളം പിടിച്ചു വരും എന്നാണ് പറയുക.
അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സസ്യം വീടുകളിൽ വളർത്താം. സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എങ്കിൽ തീർച്ചയായും വളരെ അനുകൂലമായ രീതിയിൽ തന്നെ ആ സസ്യം വളർന്ന് വരുന്നതുമാണ്. ധാരാളമായി പൂക്കുകയും ചെയ്യും. തീർച്ചയായും ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. പൂക്കൾ വിടരുന്നതായ അവസരത്തിൽ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം വിളക്ക് തെളിയിച്ച് ദേവിക്ക് ഈ പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. ആ വീടുകളിൽ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരും. അതിനാൽ തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെമ്പരത്തിയും നിങ്ങൾക്ക് നട്ടു വളർത്താവുന്നതാണ്. മുള വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ, മഞ്ഞ നിറത്തിലുള്ള മുള വളർത്തുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പച്ചയാണ് എങ്കിൽ അത് ഭാഗ്യം കൊണ്ടുവരും എന്നാണ് പറയുക. മുള വളർത്തുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും മുളയും വീടുകളിൽ വളർത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന് കറ്റാർവാഴയാണ്. പല വീടുകളിലും ഉണ്ടാകുവാൻ സാധ്യത കൂടിയ ഒരു സസ്യമാണ് കറ്റാർവാഴ. കറ്റാർവാഴയ്ക്ക് നിരവധിയാർന്ന ഗുണകരമായ കാര്യങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. കറ്റാർവാഴ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ, മുൻവശത്ത് വളർത്തുകയാണ് എങ്കിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക. നെഗറ്റീവ് ഊർജങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നതല്ല. പോസിറ്റീവായ ഊർജം ഇരട്ടിയായി വീടുകളിലേക്ക് പ്രവേശിക്കുവാൻ കറ്റാർവാഴ സഹായിക്കും. അതിനാൽ തീർച്ചയായും ഇവ വീടുകളിൽ ഈ ഭാഗങ്ങളിൽ വളർത്തുന്നത് നിങ്ങൾക്ക് ഐശ്വര്യവും ഉയർച്ചയും നൽകുന്ന ഒരു കാര്യം തന്നെയാകുന്നു. തീർച്ചയായും ഈ കാര്യവും ശ്രദ്ധിക്കണം. എന്നാൽ ശരിയായ രീതിയിൽ പരിപാലിക്കുവാനുള്ള ശ്രദ്ധ എപ്പോഴും പുലർത്തേണ്ടതുമാണ്. ശംഖുപുഷ്പം പലരും വീടുകളിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ പല വീടുകളിലും പിടിച്ചു വരാത്തതുമായ ഒരു സസ്യവുമാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ വളരുന്നു എങ്കിൽ ഈശ്വരാനുഗ്രഹമുള്ള ഭൂമിയാണ്, ഈശ്വരാനുഗ്രഹം നിറഞ്ഞ വ്യക്തികളാണ് ആ വീടുകളിൽ വസിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരുവാനും പ്രത്യേകിച്ചും മുൻവശത്ത് ശംഖുപുഷ്പം ധാരാളമായി വളരുന്നത് അതിൻ്റെ സൂചനയാകുന്നു. അതിനാൽ തീർച്ചയായും സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും ആ വീടുകളിലേക്ക് കടന്നു വരാം. പലവിധ ദോഷകരമായ കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു പോയി എന്ന് വരാം. പല കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അത്രമേൽ പോസിറ്റീവായ ഊർജം പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സസ്യമാണ് ശംഖുപുഷ്പം. മറ്റൊന്ന് മന്ദാരമാണ്. മന്ദാരം വീടിൻ്റെ മുൻവശത്ത് വളർത്തുകയാണ് എങ്കിൽ സൽബുദ്ധി കടന്നു വരും എന്നാണ് പറയുക. സൽബുദ്ധിയോടെ തന്നെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും ശരിയായ രീതിയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതിനാൽ വീടുകളിൽ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ വളർത്തേണ്ടതായ സസ്യമാണ് മന്ദാരം. മുൻപ് പല വീടുകളിലും ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ വീടുകളിൽ നിന്നും പതുക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സസ്യം കൂടിയാണ് മന്ദാരം. എന്നാൽ മന്ദാരത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. വീടുകളിൽ വളർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകുന്നു. മറ്റൊന്ന് തുളസിയും മഞ്ഞളും ചേർന്ന് വളർത്തുക എന്നതാണ്. ഈ രണ്ട് സസ്യങ്ങളും ഒരുമിച്ച് വളർത്തുന്നത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുന്നു. പ്രത്യേകിച്ചും തുളസിയോടൊപ്പം ഇവ വളർത്തുന്നതിലൂടെ ആ വീടുകളിൽ ഭാഗ്യം ഇരട്ടിയാകും. വന്നു ചേർന്നിരിക്കുന്നതായ ഭാഗ്യം, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതിന് സഹായകരമായി തീരും. ഏതൊരു കാര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ കോടീശ്വരയോഗം പോലുള്ള അഥവാ ധനപരമായ നേട്ടങ്ങൾക്കുള്ള നിരവധിയാർന്ന അവസരങ്ങൾ കടന്നു വരാം. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ തന്നെ വന്നു ചേരാം. അത്തരത്തിൽ ധനപരമായും അതല്ല ഭാഗ്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂലമാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തുളസിയോടൊപ്പം തുളസിത്തറയിൽ തന്നെ മഞ്ഞൾ കൂടി വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേവി കടാക്ഷവും ആ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ്.
ഈ പരാമർശിച്ചിട്ടുള്ള എല്ലാ സസ്യങ്ങളും നിങ്ങൾക്ക് വളർത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും സാധിക്കുന്നതായ സസ്യങ്ങൾ വീടുകളിൽ വളർത്തുക. ഇവയുടെ പുഷ്പങ്ങൾ പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഇരട്ടി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ്. നിത്യവും ഒരു തുളസി ഇല ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിൽ വച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. സാധിക്കുന്നവർ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഭഗവാന് തുളസിമാല കൂടി ചാർത്തുവാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാകുന്നു.